ഓരോന്ന് ചെയ്ത് ഒടുവിൽ തന്നെ കുഴി തോണ്ടിയിരിക്കുകയാണ് അമേരിക്ക. കാലങ്ങളായി ഉക്രൈന് പിന്തുണ നൽകി യുദ്ധത്തിന് സജ്ജമാക്കിയ അമേരിക്കയ്ക്ക് മുട്ടൻ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായി അമേരിക്കയിൽ നടന്നതൊക്കെ അതിൻ്റെ സൂചനകളാണ്. എന്താ കാര്യമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. പുതുവത്സരാഘോഷത്തിനിടയ്ക്ക് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരകൻ കടുത്ത ഉക്രൈൻ അനുകൂലിയാണെന്ന വിവരം പുറത്തു വന്നതോടെ വലിയ ഞെട്ടലാണ് ലോകത്താകമാനം ഉണ്ടായിട്ടുള്ളത്. റഷ്യ ആകട്ടെ ഈ വിഷയം വലിയ പ്രാധാന്യത്തോടെയാണ് എടുത്തിട്ടുള്ളതും. വാളെടുത്തവൻ വാളാലെ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് റഷ്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത്ര നാളും, അതായത് 2 വർഷത്തിലേറെയായി റഷ്യക്കെതിരെ വലിയ ആയുധമാക്കി ഉക്രൈനെ മാറ്റിയ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ട് ഒടുവിൽ എന്താണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നില്ലേ? എല്ലാത്തിൻ്റെയും കേന്ദ്രമായവന്റെ മസ്തകത്തിന് തന്നെ തട്ടുകിട്ടി. ട്രംപ് ആയിരുന്നോ ലക്ഷ്യം, അല്ലെങ്കിൽ മസ്കോ? ഇനി ബൈഡനെ ഭയപ്പെടുത്താനാണോ? എന്തുമാകാം അല്ലേ? അമേരിക്കയിലെ അക്രമ സംഭവങ്ങൾ ഒരു പ്രതിഫലനമാണ്. ലോകത്ത് അവർ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസത്തിന് കാലം മറുപടി നൽകുന്നത് പോലെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതിൽ ആരാണ് യഥാർത്ഥ ലക്ഷ്യമെന്നതാണ് ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. ലാസ് വെഗാസിൽ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുമ്പിൽ ടെസ്ല ട്രക്ക് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഫോടനം തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. ടെസ്ലയുടെ 2 വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് തകർക്കുകയായിരുന്നു എന്ന കാര്യം ഇലോൺ മസ്ക് ആണ് പുറത്തു പറഞ്ഞത്. ഉക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന അമേരിക്ക ചോദിച്ചു വാങ്ങിയ പ്രഹരമാണ് ഇതെന്ന് പറയാതെ വയ്യ. നടന്നത് ഒരു ഭീകരാക്രമണമാണെന്ന സ്ഥിരീകരണത്തിലാണ് അമേരിക്ക. സോഷ്യൽ മീഡിയയിലും വ്യാപകമായ പ്രചാരണം ഇതിനെ തുടർന്ന് നടന്നിട്ടുണ്ട്. അതേസമയം പുറത്തുവരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഉക്രൈൻ അധികൃതർ പ്രതികരിച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമാണ്. ഉക്രൈന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമില്ലെന്ന കാര്യം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്. ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു ആക്രമണം നടക്കുന്നത് ചില കാര്യങ്ങൾ ട്രംപിനോടും അതുപോലെ തന്നെ ഇലോൺ മസ്കിനോടും പറയാനാണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. ലാസ് വെഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിന് കാരണക്കാരനാണെന്ന് സംശയിക്കുന്ന അമേരിക്കൻ ആർമി വെറ്ററൻ ഉക്രൈൻ ദേശീയതയെ പിന്തുണയ്ക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ബുധനാഴ്ച ഹോട്ടലിന് പുറത്ത് സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് 37-കാരനായ ട്രക്ക് ഡ്രൈവർ മാത്യു ലിവൽസ്ബർഗർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടെസ്ല CEO ആയ ഇലോൺ മസ്ക് സ്ഫോടനത്തിന്റെ കാരണം ട്രക്കിന്റെ ബെഡിൽ കടത്തപ്പെട്ട സ്ഫോടക വസ്തുക്കളാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് സമീപം നടന്ന ട്രക്ക് സ്ഫോടനത്തിൽ ന്യൂ ഓർലിയൻസിൽ നടന്ന ആക്രമണത്തിനും പിന്നിൽ തീവ്രവാദം തന്നെയാണെന്നാണ് FBI സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനെ അമേരിക്കക്കാർ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് റഷ്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. 2016 ലിവസ്ബർഗിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പങ്കിട്ടതായി കരുതപ്പെടുന്ന ഒരു ഫോട്ടോയിൽ മുൻ സൈനികർ ഉക്രൈൻ കോട്ട് ഓഫ് ആംസ് ആലേഖനം ചെയ്ത ഒരു ടീഷർട്ടും സ്ലാവ ഉക്രൈനി അഥവാ ഉക്രൈന്റെ മഹത്വം എന്ന വാക്കുകളിൽ അതിൽ എഴുതിയിരിക്കുന്നതായും കാണാൻ നമുക്ക് കഴിയും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉക്രൈനിൽ ദേശീയവാദികൾ സൃഷ്ടിച്ച ഈ വാചകം നാസി പിന്തുണക്കാരനായ സ്റ്റെപ്പാൻ ബന്ദേരയുടെ ഓർഗനൈസേഷൻ ഓഫ് ഉക്രൈനിയൻ നാഷണലിസ്റ്റുകളുടെ വിഭാഗമാണ് ജനപ്രിയമാക്കുന്നത്. 2014 അമേരിക്കൻ പിന്തുണയുള്ള മൈദാൻ അട്ടിമറിക്ക് ശേഷം അധികാരത്തിലെത്തിയ പ്രസിഡന്റ് പിയോട്ടർ പെറോഷെങ്കോ 2018 ഇത് ഉക്രൈൻ സായുധ സേനയുടെ ഔദ്യോഗിക മുദ്രാവാക്യമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടാകുന്നത്. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനാൽ ഉക്രൈന്റെ അനുയായികൾ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മുദ്രാവാക്യമായി സ്ലാവ ഉക്രൈനി പിന്നീട് മാറി. എന്നാൽ മുൻകാലങ്ങളിൽ നവനാസികളും മറ്റ് ഉക്രൈൻ വലതുപക്ഷ തീവ്രവാദികളുമാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാലത്ത് ലിവസ്ബർഗർ അമേരിക്കൻ ആർമിയുടെ എലൈറ്റ് ഗ്രീൻ ബെറ്ററിനൊപ്പം ഇന്റലിജൻസ് ആൻഡ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സൂചിപ്പിക്കുന്നത്. ലിവസ്ബർഗർ 19 വർഷത്തെ സേവനത്തിനു ശേഷം അവധിയെടുത്ത് കഴിഞ്ഞ മാസം അമേരിക്കയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി ജർമ്മനിയിലെ സ്റ്റൺഗാർട്ടിൽ അദ്ദേഹം താമസിച്ചതായും സൈനിക വക്താവ് CBS ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ലിവസ്ബർഗർ എപ്പോഴെങ്കിലും ഉക്രൈനിൽ പോയിരുന്നോ എന്നത് വ്യക്തമായിട്ടില്ല. ഇതേക്കുറിച്ചും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെ ലിങ്ക്ഡിനിൽ വന്ന ഒരു തൊഴിൽ അവസരത്തോട് ലിവസ്ബർഗർ പ്രതികരിച്ചതായും FBI കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉന്നത സ്പെഷ്യൽ ഫോഴ്സ് മെഡിക്കൽ ഉദ്യോഗസ്ഥനെ തനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലിവസ്ബർഗ് ഉക്രൈനിയൻ ജോലിക്കായി ശ്രമിച്ച സംഭവത്തെ പറയപ്പെടുന്നത്. അമേരിക്കൻ ഏജൻസിയായ FBI അതീവ ഗൗരവത്തോടെയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത് എന്നത് തീർച്ചയാണ്. ഒരു ഗ്രീൻ ബെററ്റ് എന്ന നിലയിൽ ലിവസ്ബർഗർ നോർത്ത് കരോലിനയിലെ ഫോർട്ട് ലിബർട്ടിയിൽ മുമ്പ് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി രാവിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന വാഹനാക്രമണത്തിൽ 14 പേരെ കൊലപ്പെടുത്തിയ ഷംസുദ്ദീൻ ജബ്ബാറും മുൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. ഈ 2 സംഭവ
സംഭവങ്ങളിലെയും പ്രതികൾ എന്ന് പറയുന്നത് ആർമി ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇയാളും നേരത്തെ ഫോർട്ട് ലിബർട്ടിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ എന്നതും FBI ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ്. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ കാർ ഷെയറിംഗ് കമ്പനിയായ ടൂറോ വഴിയാണ് ലിവസ് ബർഗറും ജബ്ബാറും വാടകയ്ക്കെടുത്തത് എന്ന കാര്യം കമ്പനി വക്താവും ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇരുവരും തമ്മിലുള്ള ഒരു ലിങ്കാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത്. ഭീകരാക്രമണത്തിനെതിരെ അമേരിക്കയിൽ ഉയരുന്ന വൻ പ്രതിഷേധം അമേരിക്കൻ ഭരണകൂടത്തെയും കുറച്ച് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ഉക്രൈന് പരമാവധി ആയുധങ്ങളും സാമ്പത്തിക സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ ബൈഡന്റെ ഭരണകൂടത്തിന് ഉക്രൈന്റെ കടുത്ത അനുകൂലി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപിനെ അപകടത്തിലാക്കാൻ ഭരണകൂടത്തിന്റെ അറിവോടെ ശ്രമം നടക്കുന്നതായിട്ടുള്ള ഒരു സംശയം റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വത്തിനും ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകിയതിനെ ഏറ്റവും അധികം എതിർക്കുന്നതും ട്രംപിന്റെ ഈ പാർട്ടി തന്നെയാണ്. റഷ്യയുടെ കോപം വിളിച്ചു വരുത്തി അമേരിക്കൻ ജനതയുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഏർപ്പാടാണ് ബൈഡൻ ഭരണകൂടം ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് പോലും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കവും റിപ്പബ്ലിക്കൻ നേതാക്കളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത ഉക്രൈൻ അനുകൂല നേതൃത്വം നൽകിയ ഭീകരാക്രമണവും അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ രണ്ടിടങ്ങളിലായി നടന്ന രണ്ട് സംഭവങ്ങളും നൽകുന്നത് മുന്നറിയിപ്പാണ്. അമേരിക്കയുടെ നയത്തിനോട്, പ്രത്യേകിച്ച് ജോ ബൈഡന്റെ യുദ്ധ സമീപനങ്ങളോടുള്ള വലിയ എതിർപ്പാണ് ഇതിലൂടെ ഇരുവരും രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരു സാഹചര്യത്തെയാണ് അമേരിക്ക ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്ര നാളും നീട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ലല്ലോ, അത് അമേരിക്ക തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ലോകത്തോട് പറയുമ്പോഴും ആയുധങ്ങൾ നൽകി ഉക്രൈനെ റഷ്യക്കെതിരെ വിട്ടത് അമേരിക്കയാണല്ലോ. അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. ഇറാൻ ഇസ്രയേൽ സംഘർഷവും പാരമ്യത്തിലെത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ അമേരിക്ക പുലർത്തിയിട്ടുണ്ട്. അതായത് യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയ്ക്ക് അതിന്റെ വാണിജ്യ സാധ്യതകൾ മാത്രമാണ് എല്ലാ സമയത്തും പ്രധാനപ്പെട്ടത്. എന്നാൽ ജോ ബൈഡൻ പടിയിറങ്ങുന്നതിന് മുമ്പ് ട്രംപ് അധികാരത്തിലേറുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇപ്പോൾ നടക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ട്രംപ് നല്ലൊരു നയതന്ത്രജ്ഞനും സർവോപരി നല്ലൊരു ബിസിനസ്സുകാരനുമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ആരോഗ്യകരം. ഇലോൺ മസ്കിനും ട്രംപിനുമുള്ള താക്കീതാണ് ട്രംപ് ഹോട്ടലിന് മുന്നിൽ നടന്ന ആക്രമണമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഉക്രൈനെ ബലിയാടാക്കിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന യുദ്ധത്തിന്റെ പ്രഹരമാണ് ഇപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് പൊതുജനം പോലും എത്തിയിരിക്കുകയാണ്. 2 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇനി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ എല്ലാം പ്രവചനാതീതമാണ്. അമേരിക്കയുടെ പണവും ആയുധബലവും നാറ്റോയ്ക്കും അതുവഴി ഉക്രൈനും നൽകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ വരുത്തുമെന്ന കാര്യവും ഉറപ്പാണ്. മാത്രവുമല്ല, പുടിനും ട്രംപും തുടരുന്ന സൗഹൃദവും ഇതിന് വെല്ലുവിളി സൃഷ്ടിക്കും. മാത്രവുമല്ല, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പണമൊഴുക്കി അമേരിക്കയുടെ ഖജനാവിനെ കൊള്ളയടിക്കാൻ ട്രംപ് നിന്നുകൊടുക്കില്ല എന്നതും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. നാറ്റോയിലെ അമേരിക്കയുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഇനി ഉക്രൈന് വേണ്ടി പണം ചെലവിടാൻ ഒരിക്കലും ട്രംപ് സമ്മതിക്കില്ല. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.